കൊല്ലം തിരുമുല്ലാവാരത്ത് ബലിതർപ്പണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുമുല്ലവാരം ക്ഷേത്ര ഉപദേശക സമിതി ഭക്തജനങ്ങളും രംഗത്ത്. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശക്തമായ രീതിയിൽ നടപടിയെടുക്കാൻ അവർ തയ്യാറാവണം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അപ്പോൾ ഈ രീതിയിൽ ഈ സംവിധാനത്തെ തകർക്കാം, ഹിന്ദു സമൂഹത്തെ തകർക്കാമെന്ന് പിണറായിയുടെ മുതുമുത്തപ്പൻ വിചാരിച്ചാൽ പോലും ഹിന്ദു സമൂഹത്തെ തകർക്കാമെന്ന് പിണറായി വ്യാമോഹിക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാമോഹിക്കേണ്ട. നമുക്കിപ്പോൾ ശരിക്കും ഹിന്ദുവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. ഇവിടുത്തെ മറ്റു മതസ്ഥരൊന്നും അങ്ങനെ പൂർണ്ണമായും, കാരണം അവർക്കുള്ളിൽ ഒരു ഭയപ്പാടുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെന്താണ് ഹിന്ദു എന്നുള്ള അവർക്കറിയാമെന്നത് കൊണ്ട് അവരങ്ങനെ ചെയ്യില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന തിരുമുല്ലവാരത്തെ കൗൺസിലർ CPMൻ്റെ കൗൺസിലറാണ്. അവർ പറയുന്നു അടുത്ത മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് നയിക്കുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലർ പോലും ഒരു പ്രദേശത്ത് ഇത്തരമൊരു ആചാരത്തോടു കൂടി സംവിധാനം നടക്കുമ്പോൾ അവിടെ ഓടി വന്ന് അതിന് സംവിധാനം ഒരുക്കുന്നതിന് പകരം മറഞ്ഞു നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം, ഹിന്ദുവിൻ്റെ പ്രതിഷേധം, അത് ആളിക്കത്തും. ഈ കേരളം ഒട്ടാകെ ഈ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും. ഈ രീതിയിൽ ദേവസ്വം ബോർഡ് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പല പ്രാവശ്യം ഈ പറയപ്പെടുന്ന കമ്മീഷണറുടെ മുമ്പിലേക്ക് വരേണ്ടി വരും. അത് ഒഴിവാക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ ഈ പറയപ്പെടുന്ന നമ്മുടെ തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു. അവരെന്തൊരു കാർക്കശമായുള്ള സ്വഭാവത്തോടു കൂടിയാണ് ഭക്തജനങ്ങളോട് പെരുമാറുന്നത്, ഉപദേശക സമിതിയോട് പെരുമാറുന്നത്. അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുൻകരുതൽ, ഒരു തീരുമാനിച്ചുറപ്പിച്ച ഒരു സംവിധാനം. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുവിൻ്റെ ജന്മമായിട്ടുള്ളൊരു അവകാശം, അവൻ്റെ ആചാരാനുഷ്ഠാനത്തോട് പിതൃക്കൾക്ക് നടത്തേണ്ട ആ ഒരു ആചാരത്തെ അതിന് ഭംഗം സംഭവിച്ചിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള ഈ ഒരു പരിപാടി, ഈ കർമ്മ പരിപാടി, ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, അതീവ ഗുരുതരമായ വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് അവർ നിൽക്കുകയാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് തോന്നുന്നു. പ്രതിഷേധം നടത്തേണ്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ മുരളിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ദേവസ്വം ബോർഡ് മാത്രമല്ല കുറ്റക്കാർ, ജില്ലാ കളക്ടർ കുറ്റക്കാരനാണ്. വർഷം തോറും 10,000-കണക്കിന് ഭക്തന്മാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് തിരുമുല്ലാവാരം ബലിതർപ്പണ കേന്ദ്രം എന്നുള്ളത് ജില്ലാ കളക്ടർമാർക്കറിയാം. അതിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള യോഗം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ പ്രവർത്തകരെ വിളിക്കുവാനുള്ള ആർജവം കളക്ടർ കാണിച്ചോ? കാണിച്ചില്ലല്ലോ. ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ അധികൃതർ കാണിച്ചോ? ഇനി പോട്ടെ, ഈ തിരുമുല്ലാവാരം ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്ന അതിൻ്റെ AC വിളിച്ചോ? ഇവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ വിളിച്ചോ? ഒരു ഹിന്ദു സംഘടനയും അതിൽ പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറല്ല. മറിച്ച് പണക്കൊതി മൂത്ത് എങ്ങനെയും പണമുണ്ടാക്കണം, അതിന് ഹിന്ദുവിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യണം, അതുമാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇത് ദേവസ്വം ബോർഡിന്റെ അധികൃതരെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇത് തിരുത്തേണ്ടതാണ്. ഇനി മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. നമ്മളൊക്കെ തിരുവോണം ആഘോഷിക്കുന്നത് ഉത്തരാടത്തിനാണോ? നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് തിരുവോണ ദിവസമാണ്. കർക്കിടക വാവുബലി കുളിക്കേണ്ടതും ശ്രാദ്ധം നടത്തേണ്ടതും വാവുബലി ദിവസമാണ്. ദേവസ്വം ബോർഡിന്റെ പന്തലുകളിൽ
തലേന്ന് രാത്രി 10 മണി മുതൽ ശ്രാദ്ധകർമ്മം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് തെറ്റല്ലേ? ഹിന്ദു സമൂഹത്തിന് തെറ്റായ ഒരു വീക്ഷണം കൊടുക്കുകയല്ലേ? അവൻ്റെ ആചാരത്തെ തകിടം മറിക്കുകയല്ലേ? വാവിന് വാവിൻ്റെതായ ശാസ്ത്രീയതയുണ്ട്. ആ ദിവസത്തിന് ആ ദിവസത്തിൻ്റെതായ പ്രത്യേകതയുണ്ട്. ദേവസ്വം ബോർഡ് അത് അട്ടിമറിക്കുകയാണ്. എന്താ കാരണം? അമ്മയ്ക്ക് പിണ്ടം വയ്ക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയുടെ ആളുകളാണ് ഈ ദേവസ്വം ബോർഡിലുള്ളത്. നിന്റെ അമ്മ മരിച്ചു പോയാൽ അവന് പിണ്ടം വയ്ക്കരുത്, അവർക്ക് പിണ്ടം വയ്ക്കരുത്. നീ ഒരു വീട് വെച്ചാൽ അത് പാല് കാച്ചരുത്, അവിടെ ഗണപതി ഹോമം നടത്തരുത്, ഹിന്ദുവിൻ്റെ ആചാരങ്ങളൊന്നും നടത്തരുതെന്ന് നിഷ്കർഷിക്കുന്ന, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന, ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു തകർത്ത് അവിടെ കപ്പ നടണമെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ദേവസ്വം ബോർഡിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുവിനെ ചൂഷണം ചെയ്യുന്ന ഈ നടപടി ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നലെ അവിടെ ബലിതർപ്പണം നടത്താൻ കവിസ് കൊടുത്തില്ല, എള്ളു കൊടുത്തില്ല, പുഷ്പം കൊടുത്തില്ല, ഭസ്മം കൊടുത്തില്ല. മഴവെള്ളം ബക്കറ്റിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് തീർത്ഥമായി കൊടുത്തു. ഇത്ര നെറികെട്ട, ഇത്ര നാണം കെട്ട, ഇത്രയും അധാർമികമായ നടപടി നടപ്പിലാക്കിയ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരാരാണെന്ന് വെച്ചാൽ തെരഞ്ഞുപിടിച്ച് നടപടി സ്വീകരിക്കുക. ഇനി രണ്ടാമത് ഇവിടുത്തെ AC ചോദിക്കാനുള്ളത്, ജില്ലാ കളക്ടറോട് ചോദിക്കാനുള്ളത്, 50,000-ന് മേളിൽ ഭക്തജനങ്ങൾ തിങ്ങി വരുന്ന ഒരു സ്ഥലത്ത് കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദി അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.